സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായ പശ്ചാത്തലത്തിൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നിർദ്ദേശപ്രകാരം വിളിച്ച ഉന്നതതല യോഗം ഇന്ന് ചേരും. ഉച്ചയ്ക്ക് 2:30-നാണ് യോഗം. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെ വനംവകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് ഈ യോഗം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ടിൻഡുദാസ് ചേരുന്നു. ടിൻഡുദാസ്, വനമേഖലയിൽ അല്ലെങ്കിൽ വനവുമായി അടുത്ത് താമസിക്കുന്നവരെല്ലാം വന്യജീവി ആക്രമണ ഭീഷണിയിലാണ്. ഓരോ ദിവസവും ഓരോ മേഖലയിൽ നിന്നും വ്യത്യസ്ത തരത്തിലുള്ള വാർത്തകൾ വരുന്നു. കാട്ടാനകളുടെ ആക്രമണത്തിൽ പല മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നു. പുലി, കടുവ, ഇപ്പോൾ ഏറ്റവും അവസാനം കരടി വരെ നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം. ഇന്നത്തെ യോഗം എത്രമാത്രം പ്രാധാന്യം കണക്കാക്കാം ടിൻഡുദാസ്? വിനോദ, ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് വനം വകുപ്പ് ആസ്ഥാനത്ത് വെച്ച് യോഗം ചേർന്നത്. ഈ യോഗത്തിൽ പ്രധാനമായിട്ട് ഒരു PRT ടീം, ഒരു പ്രൈമറി റെസ്പോൺസ് ടീം ഉണ്ടാക്കുക എന്നൊരു അജണ്ടയാണ് യോഗത്തിൽ പ്രധാനമായിട്ടുമുള്ളത്. സന്നദ്ധ സംഘടനകളെയും നാട്ടുകാരെയും യുവാക്കളെയും ചേർത്തുകൊണ്ടൊരു പ്രൈമറി റെസ്പോൺസ് ടീം രൂപീകരിക്കുക. വന്യജീവി ആക്രമണങ്ങളിൽ ഇവർക്ക് മുൻകരുതലുകൾ സ്വീകരിക്കാൻ സാധിക്കും. വന്യജീവിയുടെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ, വന്യജീവിയുടെ സാന്നിധ്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ PRT ടീമിനെ നേരത്തെ വനം വകുപ്പുമായി ബന്ധപ്പെട്ട് അതിനെ തടയിടാൻ സാധിക്കുമെന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു PRT ടീം രൂപീകരിച്ചുകൊണ്ട് ഈ വന്യജീവി ആക്രമണങ്ങളെ തടയാനോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാനുമുള്ളൊരു ടീം രൂപീകരിക്കുന്നതോടൊപ്പം തന്നെ RRT ടീമുകളിൽ മതിയായ ആളുകളില്ല. അപ്പോൾ ഈ മതിയായ സേനാംഗങ്ങളെ RRT ടീമിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടും ചർച്ചയുണ്ടാവും. വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഗവേഷകരും വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന കാട്ടാന ആക്രമണങ്ങളിൽ എന്ത് മുൻകരുതലുകൾ സ്വീകരിക്കാൻ സാധിക്കുമെന്നാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിയുന്ന ആശയം. അപ്പോൾ ഈ ചർച്ചയിൽ പ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എന്ന് പറയുന്നത് PRT ടീം രൂപീകരിക്കുക എന്നത് മാത്രമാണ്. അല്ലാതെ മറ്റ് എങ്ങനെ ഈ ആക്രമണങ്ങളെ തടയാം, എന്താണ് ഇതിനൊരു പ്രതിവിധി, ആ ചർച്ചകളൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ വന ഗ്രാമ അതിർത്തികളെ വേർതിരിക്കുന്നത് പോലും സംസ്ഥാന സർക്കാരിനോ വനം വകുപ്പിനോ കണ്ടെത്താനായിട്ടില്ല. എവിടെയാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്, ഏത് സാഹചര്യത്തിലാണ് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളൊരു രീതി, എന്താണ്, എവിടെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്നൊരു പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ പോലും സർക്കാരിന് സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇന്ന് ഉന്നതതല യോഗം ചേരുന്നത്. അപ്പോൾ പെട്ടെന്ന് കണ്ടെത്താൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ വന്യജീവി ആക്രമണങ്ങളുടെ സാന്നിധ്യങ്ങൾ കണ്ടെത്താനായിട്ട് ഒരു PRT ടീം രൂപീകരിക്കുക എന്നത് മാത്രമാണ് ഇന്നത്തെ യോഗത്തിന്റെ അജണ്ട. ഇന്ന് 2:30-ന് വനം ആസ്ഥാനത്തായിരിക്കും വിവിധ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ വനം വകുപ്പ് മേധാവിയും വിവിധ ഗവേഷകരും ചേർന്നുകൊണ്ടുള്ള യോഗം നടക്കുക. വിനോദ്. ഇതേപോലെ വന്യജീവി ആക്രമണം വർദ്ധിക്കുമ്പോൾ എല്ലാ സമയത്തും വനമന്ത്രി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരു യോഗം വിളിക്കും, ഉന്നതതല യോഗം വിളിച്ച് നിലവിലുള്ള സാഹചര്യമൊക്കെ ചർച്ച ചെയ്യും. യോഗം അവസാനിക്കും. യോഗത്തിൻ്റെ ഒരു കാര്യവും നടപ്പാകുന്നില്ലല്ലോ. ഇപ്പോൾ വനമേഖലയിൽ ഫെൻസിങ് സ്ഥാപിക്കുക, അല്ലെങ്കിൽ ഈ ആനകളടക്കമുള്ള വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ, ഇതൊക്കെ നിരവധി കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ സർക്കാർ നല്ല നിലയിൽ ഫണ്ടും കണ്ടെത്തേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ആവശ്യം. യോഗം കൂടി അവിടെ എന്തെങ്കിലും തീരുമാനമെടുത്ത് പോകുന്നതല്ലാതെ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള എന്ത് നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാലങ്ങളായി ഉണ്ടാകുന്നത്? ടിൻഡുദാസ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തീരുമാനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളോ ഒന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, FFW ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ സംസ്ഥാന സർക്കാരും വനം വകുപ്പും സംയുക്തമായി ചേർന്നുകൊണ്ട് ഈ വനമേഖലയിലെ ജനങ്ങളെ സുരക്ഷിതമായി ജീവിക്കാനോ അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിതമായി ഒരു സൗകര്യങ്ങൾ ഒരുക്കാനോ ഒക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരാജയപ്പെട്ടു പോവുകയാണ് നടന്നിട്ടുള്ളത്. ആനത്താര കൊടുക, ഫെൻസിങ്, അതോടൊപ്പം തന്നെ ചെക്ക് ഡാം നിർമ്മിക്കുക, വന്യജീവികൾക്കുള്ള ഭക്ഷണം കാട്ടിനകത്ത് തന്നെ എത്തിക്കുക തുടങ്ങിയ പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിട്ടും ഇത്തരത്തിലൊരു സമഗ്രമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ജനങ്ങൾ സുരക്ഷിതമായി ജീവിക്കാൻ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് സുരക്ഷിത സംവിധാനം ഒരുക്കാനുള്ളൊരു ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഈ ഘട്ടങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്ത് ഏതൊക്കെ മേഖലകളാണ് വന്യജീവി ആക്രമണങ്ങൾ കൂടുതൽ നടക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിർത്തികൾ എവിടെയാണ്, ഏത് അതിർത്തിയാണ് ഇത്തരത്തിൽ വന്യജീവികൾ ലംഘിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് വരുന്നത്, അതൊന്നും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഈ വനമേഖലയും അതോടൊപ്പം തന്നെ ഗ്രാമാതിർത്തികളും തമ്മിലുള്ള അകലം കണ്ടെത്താനായിട്ടുള്ള വിവിധ സർവേകൾ സംഘടിപ്പിച്ചെങ്കിലും ആ സർവേയും ഒന്നും
ആ സർവേയും എവിടെ നടപ്പിലാക്കാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് നിരവധി അപകടങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിലൊരു അവസാനം ഒരു യോഗത്തിൽ കൊണ്ടു നിർത്തുകയും ആ യോഗത്തിലൊരു തീരുമാനം ഉരുത്തിരിയുകയും പിന്നീട് ആ തീരുമാനം എങ്ങും നടപ്പിലാക്കാതെ പോവുകയും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിലവിലിപ്പോൾ അവസാനമായി വന്നിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ഒരു പ്രൈമറി റെസ്പോൺസ് ടീം ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. കാരണം നമുക്കറിയാം, ഈ വനമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഗ്രൗണ്ട് വാച്ചർമാർ, ഫോറസ്റ്റ് വാച്ചർമാർ, അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നവരുടെ എണ്ണം ഗണ്യമായിട്ട് തന്നെ ഈ വിഭാഗത്തിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പ്രൈമറി റെസ്പോൺസ് ടീം ഉണ്ടാക്കിയിട്ട് ഇത്തരത്തിൽ ഈ ആനകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വന്യമൃഗങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് അടിയന്തരമായിട്ട് വനവിഭാഗത്തെ അല്ലെങ്കിൽ വനം വകുപ്പിനെ അറിയിച്ചുകൊണ്ടൊരു അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാം എന്നൊരു തീരുമാനമാണ് നിലവിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ പ്രൈമറി റെസ്പോൺസ് ടീം ഉണ്ടായാലും അവർക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ വന്യജീവികൾ പുറത്തിറങ്ങുന്നത് ഘട്ടം അപ്പോൾ അവർ മനുഷ്യരാണ്, അവർക്കും നിലവിൽ കൊടുക്കുന്ന സുരക്ഷിതത്വത്തേക്കാൾ അധികം സുരക്ഷിതത്വം കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ചർച്ചയാകുമോ എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് വനം മേധാവിയുടെ ആസ്ഥാനത്ത് വെച്ച ഈ യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ യോഗത്തിന് ശേഷം അറിയിക്കുന്നതായിരിക്കും. വിനോദ്. അതെ, വന്യജീവി ആക്രമണം ശക്തമായ പശ്ചാത്തലത്തിലാണ് വനമന്ത്രി AK ശശീന്ദ്രൻ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നത്. ഉച്ചയ്ക്ക് 2:30-ക്കാണ് തലസ്ഥാനത്ത് യോഗം ചേരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.